രാജ്യ തലസ്ഥാനത്ത് CJP നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. അക്രമപരമായ പ്രതിഷേധങ്ങളിൽ ഡൽഹി പോലീസിലെയും കേന്ദ്ര പോലീസ് സേനയിലെയും 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടെയായിരുന്നു സംഘർഷം. അക്രമത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രതിഷേധക്കാരോട് സംയമനം പാലിക്കാനും സമാധാന ശ്രമങ്ങൾക്കായി സഹകരിക്കാനും പോലീസ് അഭ്യർത്ഥിച്ചു. ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ കേന്ദ്രമന്ത്രി JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിഷേധക്കാരുടെ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തിയെന്ന് JP നഡ്ഡ പറഞ്ഞു. കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും ഉചിതമായ തലത്തിൽ ചർച്ചകൾ നടത്തുമെന്നും കേന്ദ്രമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കൂടിക്കാഴ്ചയിൽ 3 പ്രധാന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതായി CJP പാർട്ടി വക്താവ് സൗരഭ് ദാസ് പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ പുറത്തുവിടുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് നേതാക്കൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും സൗരവ് ദാസ് പറഞ്ഞു. സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ സമയം തേടുന്നുവെന്ന് CJP പ്രതിനിധി അശുതോഷ് റാങ്കയും പ്രതികരിച്ചു. हम लोग 12 बजे यहाँ पे आए थे एंड हम लोग की मीटिंग करीब 2:15 2:30 बजे हुई एंड मीटिंग में हम लोगों ने यही बोला कि हमारे 3 डिमांड्स हैं. पहले कि सोनम वांगचुक जी को तुरंत रिलीज किया जाए एंड जब तक वो फॉर्मेलिटीज़ पूरी होती है उसमें उनको एक वीडियो बनाने का अलाउ किया जाए. वो वीडियो में यही हो कि वो अपील करे, शांति बनाए रखे.